അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം. സൂറത്തുൽ മുൽക്ക് സൂക്തം 1 വിശദീകരണം ഭാഗം 2. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തബാറക അനുഗ്രഹത്തിൻ്റെ ഉടമയായിരിക്കുന്നു. അല്ലദീ ബിയദിഹി അവൻ്റെ കയ്യിലാണ് മുൽക്കു ആധിപത്യം. വഹുവ അവൻ അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഖദീർ കഴിവുറ്റവനാകുന്നു. അള്ളാഹു ഏറെ അനുഗ്രഹത്തിനുടമയാണ് എന്നത് അള്ളാഹു സ്വയം പുകഴ്ത്തുന്നതാണ്. നന്മ സ്ഥിരപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ താക്കോലുകൾ അവൻ്റെ കരങ്ങളിലാണ്. അവൻ ആരെ ഉയർത്തുന്നുവോ അവരെ ആർക്കും താഴ്ത്താൻ കഴിയില്ല, ആരെ താഴ്ത്തുന്നുവോ അവരെ ആർക്കും ഉയർത്താനും കഴിയില്ല. അവൻ്റെ യദിലാണ് അൽ മുൽക്ക് എല്ലാ ആധിപത്യവും വിധികളും. ഭൂമിയിലെ രാജാക്കന്മാരുടെ എല്ലാ ആധിപത്യവും മരണത്തോടെ അവസാനിക്കുമ്പോൾ മരണമില്ലാത്ത ഹയ്യായ റബ്ബിൻ്റെ ആധിപത്യം എന്നെന്നും നിലനിൽക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ മുൽക്ക് എന്നാൽ കേവലം ഭരണം മാത്രമല്ല, എല്ലാ ഭൗതിക ആത്മീയ നിയമങ്ങളും സൃഷ്ടിക്കുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അള്ളാഹുവിൻ്റെ യദ് എന്നത് അവൻ്റെ ഗുണവിശേഷണമാണ്. സൃഷ്ടികൾക്കുള്ളതുപോലെയല്ല അള്ളാഹുവിൻ്റെ യദ് അഥവാ കൈ. സർവ ചരാചരങ്ങളുടെയും വിധി നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. ഒരു ഇല അനങ്ങുന്നത് പോലും അള്ളാഹുവിൻ്റെ അധികാരത്തിന് മുൽക്കിന് വിധേയമാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നത് വിശ്വാസികൾക്ക് നൽകുന്ന മനസ്സമാധാനം വളരെ വലുതാണ്. എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റാൻ, എൻ്റെ രോഗം ശമിപ്പിക്കാൻ എല്ലാറ്റിനും അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന ആശ്വാസമാണ് ഒരു വിശ്വാസിക്ക് ഈ സൂക്തത്തിലൂടെ ലഭിക്കുന്നത്. അള്ളാഹു അനുഗ്രഹത്തിനുടമയാണ് എന്ന് പറയാതെ ആരുടെ കയ്യിലാണോ അധികാരമുള്ളത്, ആധിപത്യമുള്ളത്, അവനാണ് അനുഗ്രഹത്തിൻ്റെ ഉടമ എന്ന പ്രയോഗമാണ് ഇവിടെ അള്ളാഹു നടത്തിയിട്ടുള്ളത്. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ഈ സൂക്തത്തിൽ പറയുന്ന മുഴുവൻ അധികാരവും അള്ളാഹുവിനാണ് എന്ന പ്രഖ്യാപനത്തെ പൂർണ്ണമായും ഉറപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രയോഗം അള്ളാഹു നടത്തിയത്. അള്ളാഹു പ്രപഞ്ചത്തിൻ്റെയും സർവ്വലോകങ്ങളുടെയും നിയന്താവാണ് എന്നത് എടുത്തു കാണിക്കാനാണ് അവൻ്റെ കയ്യിലാണ് എല്ലാ അധികാരവും. ആ അധികാരത്തിനുടമയായതുകൊണ്ട് അവൻ ബർക്കത്തുള്ളവനാണ്, അനുഗ്രഹത്തിൻ്റെ കൂടി ഉടമയാണ് എന്ന് പറഞ്ഞത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് ശേഷം പറഞ്ഞുവല്ലോ. മുൽക്കുണ്ടെങ്കിലേ കഴിവുണ്ടാകൂ, അധികാരമുള്ളവനെ കഴിവുണ്ടാകൂ. അതുകൊണ്ട് മാലിക് ആരാണോ അവനാണ് ഖദീർ എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. അതോടൊപ്പം ബിയദിഹി എന്ന പ്രയോഗം പൂർണ്ണമായ നിയന്ത്രണത്തെയും ഉടമസ്ഥാവകാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വസ്തു ഒരാളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്മേൽ അയാൾക്ക് അധികാരമുണ്ട് എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ എല്ലാ ചലനങ്ങളും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഒരു ശൈലി ഉപയോഗിച്ചത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെയും ഗാംഭീര്യത്തെയും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും. അതിനാണ് തബാറക്കല്ല എന്ന് പറയാതെ തബാറക്കല്ലദീ ബിയദിഹി എന്ന് സൂചിപ്പിച്ചത്. ഒരിക്കലൊരു രാജാവ് ഒരു കൊട്ടാരത്തിലിരുന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു, ഈ നാട്ടിലെ എല്ലാം എൻ്റെ അധികാരത്തിലാണ്. ഒരു ജ്ഞാനി ചോദിച്ചു, അങ്ങേക്ക് ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ആരുമില്ലെങ്കിൽ അങ്ങ് പകുതി രാജ്യം വിട്ടുകൊടുക്കില്ലേ എന്ന്. രാജാവ് പറഞ്ഞു, തീർച്ചയായും നൽകും. അപ്പോൾ ജ്ഞാനി ചോദിച്ചു, ആ കുടിച്ച വെള്ളം താങ്കളിൽ നിന്നും പുറത്തു പോകാതെ ശരീരത്തിൽ തടഞ്ഞു നിന്ന് വലിയ പ്രയാസങ്ങളുണ്ടായാൽ അത് കളയാൻ വേണ്ടി അങ്ങ് രാജ്യത്തിൻ്റെ ബാക്കി കൂടി നൽകില്ലേ എന്ന്. രാജാവ് പറഞ്ഞു, തീർച്ചയായും നൽകും. എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ വില പോലുമില്ലാത്ത ഈ താൽക്കാലിക അധികാരത്തിനാണോ അങ്ങ് അഹങ്കരിക്കുന്നത് എന്ന് ആ ജ്ഞാനി തിരിച്ചു ചോദിച്ചു.
മനുഷ്യർക്ക് എന്ത് അധികാരവും ആധിപത്യവും ഉണ്ടെങ്കിലും ആ അധികാരം കൊണ്ട് അസുഖങ്ങളെ തടയാൻ, പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ, മരണത്തെ തടയാൻ, വാർദ്ധക്യത്തെ വൈകിപ്പിക്കാൻ ഒന്നിനും കഴിയില്ല. അപ്പോൾ അവരുടെ എല്ലാം മുൽക്ക് താൽക്കാലികമാണ്, ചില നിയന്ത്രണങ്ങളും പരിധികളും ഉള്ളതാണ്. ഇതൊന്നുമില്ലാത്ത മുൽക്ക് അള്ളാഹുവിൻ്റേതാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവാകട്ടെ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എല്ലാ കഴിവുമുള്ള റബ്ബാണ് എൻ്റെ സംരക്ഷകൻ എന്ന ബോധം വിശ്വാസിക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല. ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഖദീറായവൻ, കഴിവുള്ളവൻ, എല്ലാറ്റിനെയും ഏറ്റവും മനോഹരമായി പരിപാലിക്കുന്നവൻ, എല്ലാ പൂർണ്ണതയുമുള്ളവൻ. അതുകൊണ്ട് അങ്ങനെ ഒരു റബ്ബിൻ്റെ ആ കഴിവ് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസിക്ക് തൻ്റെ ഏത് പ്രയാസങ്ങളിലും റബ്ബ് തൻ്റെ തുണക്കെത്തും എന്ന നല്ല ബോധവുമാണ് ഉണ്ടാവുക. ആ അർത്ഥത്തിൽ ഈ ഒന്നാം സൂക്തം വലിയ ആശ്വാസവും പ്രതീക്ഷയും വിശ്വാസിക്ക് നൽകുന്ന സൂക്തം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.